ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെയൊക്കെ നിയന്ത്രണം തങ്ങൾക്ക് വേണമെന്ന് RSS എന്തുകൊണ്ടാണ് ശഠിക്കുന്നതെന്നുള്ള കാര്യം ഇപ്പോൾ ബോധ്യമായി. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംവദിച്ചു, ചർച്ച ചെയ്തു. അത് സംബന്ധിച്ച് എത്രയോ കാലമായിട്ട് നമ്മൾ ഉത്കണ്ഠാകുലരായി ആ ഒരു അന്വേഷണത്തിൻ്റെ ഓരോ ഗതിയെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണക്കവർച്ച നടത്തിയ പോറ്റിയും ഗോവർദ്ധനും ഭണ്ഡാരിയും അതുപോലെ തന്നെ നിസ്സംഗത പാലിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന ദേവസ്വം ബോർഡ് പ്രതിനിധികളൊക്കെ മുൾമുനയിലായിരുന്നു. അവരൊക്കെ വിചാരണ ചെയ്യപ്പെട്ടു. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നടക്കുന്ന വലിയ കൊള്ളയെ അപേക്ഷിച്ച് ശബരിമല ഒരു കടലപ്പരിപ്പിൻ്റെ വലിപ്പമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. ഇപ്പോൾ അയോധ്യയിൽ നടന്നിരിക്കുന്ന കൊള്ളയുടെ വ്യാപ്തി 5000 കോടിക്ക് മേലാണെന്ന് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് പരസ്യമായി ആരോപിച്ചിരിക്കുകയാണ്. SITയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചു. പക്ഷേ പ്രത്യേകിച്ചൊന്നും അതിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നില്ല എന്ന് ഉത്തർപ്രദേശിലെ BJP നേതാക്കൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഏതെല്ലാം രൂപത്തിലുള്ള കവർച്ചയാണ്, കൊള്ളയാണ് അയോധ്യയിൽ നടന്നിരിക്കുന്നത്? ഒന്ന്, അയോധ്യ പ്രസ്ഥാനം ആരംഭിച്ച ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും കോടാനുകോടി രൂപ സ്വരൂപിച്ചു. അതിൻ്റെ കണക്ക് ആർക്കും അറിയില്ല. LK അദ്വാനിയുടെ രഥയാത്ര തുടങ്ങി എത്രയോ മുഹൂർത്തങ്ങളെ, നിമിത്തങ്ങളെ മുൻനിർത്തി 100 കണക്കിന് കോടി രൂപ അവിടെ സ്വരൂപിക്കപ്പെട്ടു. രണ്ടാമത് സുപ്രീം കോടതി വിധി വന്ന ശേഷം അയോധ്യയിൽ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ കൊള്ള, 2 കോടി രൂപയ്ക്ക് ഭൂമി വാങ്ങി 18.5 കോടിക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറിച്ച് വിറ്റു എന്നുള്ള രേഖകൾ പുറത്തു വന്നു. മിനിറ്റുകൾക്കുള്ളിൽ ദളിതരുടെ ഭൂമി തുച്ഛമായ പൈസയ്ക്ക്. മാത്രമല്ല, ഈ രേഖകളൊക്കെ പരസ്യമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. ടെമ്പിൾ ട്രസ്റ്റ് ഭൂമി മേടിക്കുമ്പോൾ വലിയ രൂപത്തിൽ ഊതിപ്പെരിപ്പിച്ച തുക നൽകി എന്നുള്ള വിവരങ്ങൾ ലഭിച്ചു. ഒരന്വേഷണവും നടന്നിട്ടില്ല. മൂന്നാമത്, ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ആൾക്കാർ സ്വർണവും വെള്ളിയും പണവും ദാനം ചെയ്തു. അതിൻ്റെ കണക്കില്ല. ഇനി ശ്രീരാമക്ഷേത്രം അവിടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഔപചാരികമായി ഭക്തർക്ക് തുറന്നു കൊടുത്തതിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തർ അങ്ങോട്ട് ഒഴുകിയെത്തി പണമായിട്ടും കാണിക്കയായിട്ടും സ്വർണമായിട്ടും ഒക്കെ ഒരുപാട് സംഭാവനകൾ നൽകി. അതിൽ ചെറിയ ഒരു ശതമാനം മാത്രമാണ് ഇൻവെൻട്രി ലിസ്റ്റിൽ രേഖപ്പെടുത്തിയെന്നും, എന്നാൽ ഇൻവെൻട്രി ലിസ്റ്റിൽ രേഖപ്പെടുത്തിയ വിലപ്പെട്ട സാധനങ്ങൾ തന്നെ ഇപ്പോൾ കാണാനില്ലെന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിച്ചത്. ഇതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തതാണെന്ന് BJPയുടെ തന്നെ നേതാക്കൾ പരസ്യമായി പറയുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ സംസാരിച്ച സമയത്ത് ഒരുപാട് പാർലമെൻറ്റ് മെമ്പർമാർ തന്നെ നമ്മളൊന്നും ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഇതിൻ്റെ വ്യാപ്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭക്തരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തിരിക്കുകയാണ്. ഇപ്പം കാണാതെ പോയ, ഇൻവെൻട്രി ലിസ്റ്റിൽ പെടുത്തിയ ശേഷം കാണാതെ പോയ ഐറ്റംസ് എന്ന് പറയുന്നതൊക്കെ തന്നെ ഒരു കുടുംബം 200 കിലോമീറ്റർ നഗ്നപാതരായി നടന്ന് കാഴ്ചവെച്ച പാതുകം, ശ്രീരാമ പാതുകം വെള്ളിയുടെ, അത് പോയി. അത് മാത്രമല്ല, ശ്രീരാമന് സമ്മാനിച്ച വെള്ളിമാല 1 കിലോയുടെ അത് പോയി. ഹനുമാന് സമ്മാനിച്ച 2 കിലോയുടെ സ്വർണ്ണഗദ അതിപ്പോൾ കാണാനില്ല. പിന്നെ സ്വർണവും രത്നങ്ങളും പതിപ്പിച്ച 1250 അഷ്ടധാതു ഇഷ്ടികകൾ അത് കാണാനില്ല. 60 കിലോ വെള്ളിക്കട്ട ഈ ബുള്ളിയൻസ് ജ്വല്ലറി അസോസിയേഷൻ സംഭാവന ചെയ്യുന്നു, അത് കാണാനില്ല. വിശ്വ സിന്ധി സമാഗമം അവർ 200 കിലോ വെള്ളിക്കട്ടകൾ സംഭാവന ചെയ്യുന്നു. ഇതൊക്കെ ഇൻവെൻട്രി ലിസ്റ്റിൽ രേഖപ്പെടുത്തിയ പട്ടികയിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഇനി ഇൻവെൻട്രി ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല, ഞങ്ങൾ കണ്ടിരുന്നു, ഇതൊക്കെ ഒരുപാട് സാധനങ്ങൾ എന്ന് പറയുന്ന കണക്കുകളുണ്ട്. അപ്പോൾ വലിയ കൊള്ളയാണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. ഇതൊരു സംയുക്ത പാർലമെൻ്ററി സമിതിയെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഉന്നതമായ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തോട് കൂടി മാത്രമേ ഭക്തരോട് നീതി പുലർത്താൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതോടൊപ്പം തന്നെ
മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നടക്കുന്ന കൊള്ളയെക്കുറിച്ചും അന്വേഷണം നടത്തണം. ഇപ്പോൾ ഉജ്ജയിനിൽ മറ്റൊരു ക്ഷേത്ര നഗരിയാണ്. അവിടെ ഭൂമി കുംഭകോണം നടത്തുന്നത് അവിടുത്തെ മുഖ്യമന്ത്രി മോഹൻ യാദവാണ്. ഒരു പൊതുസേവകനോ രാഷ്ട്രീയക്കാരനല്ല മധ്യപ്രദേശിലെ ഇരട്ട എഞ്ചിൻ സർക്കാരിന് നേതൃത്വം നൽകുന്നത്. ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണെന്നുള്ളത് സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വലിയ കൊള്ളയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം, അതല്ലെങ്കിൽ ഒരു സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അന്വേഷണം വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ രാമക്ഷേത്രത്തിൽ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് ഭണ്ഡാരം എണ്ണിത്തിട്ടപ്പെടുത്തിയ ആൾക്കാരെയൊക്കെയാണ്. പക്ഷേ ഈ ചമ്പത് റായിയാണ് 1980 മുതൽ അയാൾ പൂർണ്ണസമയ പ്രവർത്തകനാണ്, VHPയുടെ അന്തർദേശീയ പ്രസിഡന്റുമാണ്, ജനറൽ സെക്രട്ടറിയാണ് ട്രസ്റ്റിൻ്റെ. അങ്ങനെയുള്ള വൻ സ്രാവുകളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ചെറുമീനുകളിലേക്ക് മാത്രം നടപടി വരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ അന്വേഷണം നടക്കുന്നത് ഇൻവെൻട്രി ലിസ്റ്റിലുള്ളത് എങ്ങനെ കാണാതെ പോയി, പിന്നെ അവിടുത്തെ ജീവനക്കാർ ഈ കാണിക്ക മോഷ്ടിച്ചുകൊണ്ട് പോയ കണക്കൊക്കെയാണ്. ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച കോടാനുകോടി ആയിരക്കണക്കിന് കോടി രൂപ സ്വരൂപിച്ചതിനെക്കുറിച്ചോ ഭൂമി കുംഭകോണത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ഇൻവെൻട്രി ലിസ്റ്റിൽ രേഖപ്പെടുത്താതെ അടിച്ചു മാറ്റപ്പെട്ടതിനെക്കുറിച്ചോ ഒന്നുമില്ല. സാധാരണക്കാരായിട്ടുള്ള ജീവനക്കാർ ഈ കുംഭമേള സമയത്ത് കിട്ടിയിട്ടുള്ള പണവും മറ്റ് ദ്രവ്യങ്ങളുമൊക്കെ അടിച്ചു മാറ്റിക്കും. അതൊക്കെ തന്നെ വലിയ ഭീമമായ സംഖ്യയാണ്. 1500 കോടി രൂപയുണ്ടെന്നാണ് SIT പ്രാഥമികമായിട്ട് യോഗി ആദിത്യനാഥ് നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്താണ് ഇതിൻ്റെ തീവെട്ടിക്കൊള്ള. ഇത് അയോധ്യ മാത്രമല്ല, അതായത് കൃഷ്ണഭൂമി മധുര ഈ പറയുന്ന മധുര കൃഷ്ണഭൂമി ഈദ്ഗാ തർക്കത്തിൽ കോടതിയിൽ പരാതിക്കാരനായ ഫലഹാരി ബാബ എന്നറിയപ്പെടുന്നൊരു സന്യാസിയുണ്ട്. ആ സന്യാസി യോഗി ആദിത്യനാഥിന് തൻ്റെ രക്തത്തിൽ എഴുതിയൊരു കത്തുണ്ട്. അതായത് മധുര ക്ഷേത്ര ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ വലിയ കൊള്ളയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെ മൂടി വെക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അയോധ്യ മാത്രമല്ല, മധുര മാത്രമല്ല, ഉജ്ജയിൻ മാത്രമല്ല, തീർത്ഥാടന കേന്ദ്രങ്ങളും തീർത്ഥാടന ക്ഷേത്ര നഗരികളിലും ആയിരക്കണക്കിന് കോടി രൂപയുടെ കൊള്ള നടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെയൊക്കെ നിയന്ത്രണം തങ്ങൾക്ക് വേണമെന്ന് RSS എന്തുകൊണ്ടാണ് ശഠിക്കുന്നതെന്നുള്ള കാര്യം ഇപ്പോൾ ബോധ്യമായി. ഇതുപോലുള്ള കൊള്ളകൾ എല്ലാ സ്ഥലങ്ങളിലും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ക്ഷേത്രങ്ങളുടെയും നിയന്ത്രണം അവർക്ക് വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡൊക്കെ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ, ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഓഡിറ്റിംഗ് ഉണ്ട്, ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട്, നിരവധി അന്വേഷണങ്ങളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുകൾ വരും. പക്ഷേ ഇവിടെയൊന്നും ഒരു ഇടപെടലുകൾ വന്നിട്ടേയില്ല. ഇവിടെയൊക്കെ ഈ പറയുന്ന തീർത്ഥാടകരുടെ വിശ്വാസികളുടെ ഭക്തിയെ നഗ്നമായി ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ കൊള്ളയാണ് അരങ്ങേറിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ചമ്പത് റായി മാത്രമല്ല, ഇപ്പോൾ ഈ ഭൂമി കുംഭകോണം അയോധ്യയിൽ നടത്തിയത് അവിടുത്തെ മേയറാണ്, അവിടുത്തെ MLA ആണ്, BJPയുടെ സമന്വിതരായിട്ടുള്ള നേതാക്കളാണ്. യഥാർത്ഥത്തിൽ ഉന്നത നേതൃത്വമാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഈ വലിയൊരു കൊള്ളയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് സംഭവിച്ചതെന്താണ്? BJPയിലും വിശ്വഹിന്ദു പരിഷത്തിലും ചെറിയ ആഭ്യന്തര പ്രശ്നം തലപൊക്കിയപ്പോഴാണ് ചില നേതാക്കൾ, ഈ ബ്രിജ് ഭൂഷണെ പോലുള്ള ആൾക്കാരൊക്കെ പരസ്യമായി പ്രതികരിച്ചു തുടങ്ങിയത്. ഈ കൊള്ള നടക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ പലരും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. യഥാർത്ഥത്തിൽ അഖിലേഷ് യാദവ് ഈ ഭൂമി കുംഭകോണത്തെക്കുറിച്ചുള്ള ഒരു ഡോസിർ തന്നെ തയ്യാറാക്കി ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക്, പ്രതിപക്ഷ നേതാക്കൾക്ക് നൽകിയിരുന്നു. ആ ഡോസിർ ഉത്തർപ്രദേശ് ഗവൺമെൻറ് നൽകിയിരുന്നു. ഇവിടെ പ്രധാനമന്ത്രിയുടെ വിശ്വാസവും കൂടി യഥാർത്ഥത്തിൽ സംരക്ഷിക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയിലുള്ള വിശ്വാസം എന്താ കാരണം? പ്രധാനമന്ത്രിയാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജ നടത്തിയത് 2020, പിന്നീട് പ്രാണപ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹമാണ്. അതെ, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ധർമ്മേന്ദ്ര മിശ്ര ആയിരുന്നു ഇതിനെ ആതിഥ്യം വഹിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും ഈ വെട്ടിപ്പിന്, കുംഭകോണത്തിന് വലിയ മാനമുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം.